ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ഡേ എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഈ യൂണിഫോം ഇട്ടിട്ടുള്ള എൻ്റെ ലാസ്റ്റ് ഡേ ആണ് കോളേജിൽ. ഇനി ഈ യൂണിഫോം ഇട്ടിട്ടൊരു പോക്കില്ല. പിന്നെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും യൂണിഫോം ഇടുന്നില്ല, കുറച്ചാളെ യൂണിഫോം ഇടുന്നില്ലോ. ഒരു ന്യൂസ്റ്റ് അടിക്കാൻ വേണ്ടാന്ന് എല്ലാവരും യൂണിഫോം ഇടുന്നില്ല, കുറച്ചാൾ മാത്രമേ യൂണിഫോം ഇടുന്നില്ലോ. സോ ഞാൻ ബസ് കയറുമ്പോൾ മിക്കവാറും എല്ലാവരും ഒരു ഇന്ന് വെനസ്ഡേ ആണ് അറിയാണ്ട് ഇട്ട് പോയതാന്ന് പറയും. പക്ഷെ അല്ല, അറിയാണ്ട് ഇട്ട് പോയതെന്നല്ല, മനഃപൂർവ്വം ഇട്ടിട്ട് പോകുന്നതാന്നും. ഇനി നമ്മൾ പഠിക്കുന്നില്ല, അതാണ് വേറൊരു സങ്കടം. ഇനി പഠിത്തമില്ല. കാരണം ഈ യൂണിഫോമിനൊരു ഒരു പ്രത്യേക സ്നേഹം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. കാരണം പ്ലസ് ടു യൂണിഫോം ഓക്കെ, പിന്നെ ഡിഗ്രി PG ഈ 2 കാലഘട്ടത്തിൽ എനിക്ക് യൂണിഫോം എന്നുള്ള സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷേ BEd എത്തിയപ്പോൾ യൂണിഫോം ആകുമ്പോൾ ഒരു ചെറിയൊരു ഡിസ്കംഫർട്ടെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് യൂസ്ഡായി. ഇപ്പം ഈ യൂണിഫോമിനോടൊരു ബൈ പറയുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. ബട്ട് ഇത് തീർന്നിട്ട് വേണം ഇനി അടുത്ത പാർട്ട് ഓഫ് ലൈഫിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് ലേറ്റ് ആവാനെ കുറച്ച് പഠിക്കാനും ഉണ്ട്. ഞാൻ വേഗം കോളേജിലേക്ക് പോട്ടെ. ഇപ്പം ടൈം 7:40 ആയിട്ടുണ്ട്. കോളേജിൽ പോയിട്ടൊന്നും മാക്സിമം വ്ലോഗ് നടക്കില്ല, എല്ലാവരും പഠിക്കുന്നേക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മൂവിക്ക് പോകാനും ഉണ്ട്. മൂവി എമ്പുരാനും കാണണം. സോ എത്രത്തോളം എടുക്കാൻ പറ്റുന്നതല്ല. അപ്പം ഈ യൂണിഫോം ഇപ്പം ഇങ്ങനെ ഇട്ടിട്ട് ഇനി പോകുന്നില്ല. അപ്പം അമ്മക്ക് എന്താ അഭിപ്രായം എന്താ പറയല്ലേ? മര്യാദക്ക് പറ, എന്തെങ്കിലും പറ. അല്ല, എപ്പോൾ ഇസ്തിരി ഇടുന്നല്ല അയൺ ചെയ്യുന്നല്ല ഞാനല്ലേ, അതുകൊണ്ട് അമ്മക്കെതിരെ യൂണിഫോമിൽ പണിയൊന്നും കിട്ടില്ല. എപ്പം ഞാനാണ് അലക്കല്. ഇന്നലെ മിനിയാന്ന് മാത്രം അമ്മ ഒന്ന് അലക്കി തന്നിട്ടുണ്ട്. അപ്പം ഇനി യൂണിഫോമിൽ ഞാൻ വിട പറയുകയാണ്. ക്ലാസ്സെല്ലാം ഇവിടെ പറഞ്ഞു. ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട്. സോ ഈ വ്ളോഗ് എത്ര എഫക്റ്റീവായിട്ട് എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബിക്കോസ് മോർണിംഗ് 10 മണിക്ക് നമുക്ക് എക്സാമാണ്. ഞാൻ മോഡൽ എക്സാമിന് ഞാൻ തീരെ പഠിക്കാറില്ല. എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ഇത് വരുന്നത് തന്നെ മെയിൻ എക്സാം ടൈമിലേക്കും. യൂണിഫോം ഇടാനൊന്നും പറ്റൂല. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇട്ടിട്ട് പോകും. മഴ പെയ്യുമോ? കാലാവസ്ഥയാണ് ഒന്ന് കാലുകാണ്. നമ്മള് ബസ്സിൻ്റെ അടുത്തെത്തി. ഇന്ന് 5-ാം നമ്പർ ബസ്സല്ലോ, ഇന്ന് 12-ാം നമ്പർ. 5 കളറ്, ഞാൻ മാത്രം യൂണിഫോം. ഇനിയുടെ എവരി വൺസ് റിയാക്ഷൻ. കുറച്ചാളിട്ട് അത് ബസ്സിൽ പറയതാ. എന്താ സ്നേഹം? ഞാൻ ഒറ്റക്കല്ല, അല്ല ഞാൻ ഒറ്റക്കെന്നല്ല, ആളുണ്ട്. യൂണിഫോം ഇട്ടിട്ടില്ല. തേച്ചിട്ടൊന്നുമില്ല, ഇന്നലെ പറഞ്ഞിട്ടുണ്ട് യൂണിഫോം ഇടൂല. പക്ഷെ ഞാൻ എന്താ ഇടാം, എനിക്ക് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കണം. ഇന്ന് ആഗ്രഹമാണ് എനിക്കൊരു വ്ളോഗ് എടുക്കണം എന്നുണ്ടായി. ലാസ്റ്റ് യൂണിഫോമിൽ ഒരു വ്ളോഗ് എടുക്കണം എന്നുണ്ടായിനി. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പഠിക്കാനുണ്ട്. രാവിലെ 10 മണിക്ക് എക്സാം. ഞാൻ എന്തെല്ലോ വായിച്ചു വിട്ടേനി. NSR എല്ലാരും ഇല്ല, അങ്ങ് 3 ആളെ ഇട്ടില്ലോ. നമുക്ക് അമ്മയെ യൂണിഫോം ഇട്ടിട്ട് ചെക്ക് ചെയ്ത് തരാം. അർഷി ഇത്ര കാലം കണ്ടിട്ട് യൂണിഫോം ഉണ്ട് ഗൈസ്. ചാരോട് പറഞ്ഞു എന്നോട് അത് നിനക്ക് കൂട്ടായി ഞാനുണ്ട്. നമ്മൾ യൂണിഫോമിന്റെ കാര്യം മറന്നതൊന്നല്ല. ഇത് നമ്മളെ ജൂനിയർ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷെ നമ്മള് PG മേറ്റ്സ് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ മേറ്റ്സ് ഇൻ ബ്രണ്ണൻ. എന്തെന്ന് ഇന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്തെന്ന് ഓടോ ചാടോ നടക്കുക. എത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എക്സാം ആണ്. 10 മിനിറ്റ് കൂടി ഇനി 10 മിനിറ്റും കൂടി നമുക്ക് എക്സാമിന് ഫോക്കസ് ആവുന്നില്ല. 10 മിനിറ്റും കൂടി എക്സാമിൽ അയാൾക്ക് നമ്മൾ യോഗ പഠിക്കാണ്ട് കുറേ സാധനം പഠിക്കാണ്ട്. പിന്നെ ബയോളജി റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തട്ടി വിടാനുള്ള കഴിവ് നമുക്കുണ്ട്. തട്ടി വിട്ടാൽ മതി.
തട്ടി വിട്ട് ഇരിക്കും നമ്മൾ. അപ്പം ദിസ് ഈസ് അവർ ലാസ്റ്റ് എക്സാം. നമ്മുടെ ലാസ്റ്റ് എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇനി വരാണ്ട്, അതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം, നമ്മൾ ലൈഫിൽ പഠിത്തം അവസാനിക്കാൻ പോവാണ്. നാളെ ഫെയർവെല്ലും. ഞാൻ എന്തായാലും എമ്മണ്ട് പോകുന്നില്ല. കാരണം ബിക്കോസ് ഒരു ന്യൂസ് ഗുഡ് മോർണിംഗ് വ്ളോഗ് എടുക്കുന്നതാണ്. ഒരു ഗുഡ് ന്യൂസ് സൂൺ വരുന്നുണ്ട്, വെരി സൂൺ. അതുകൊണ്ട് ഞാൻ എന്തായാലും പഠിക്കാൻ പോകുന്നില്ല. നീ അത് മാത്രം വേണ്ട, എമ്മട് താല്പര്യമുണ്ട്. പക്ഷെ എന്റെ ബ്രെയിൻ കല്യാണം എന്നല്ല, കല്യാണം എല്ലാം അതും അടുത്തായിട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിന് മുന്നേ ഒരു സാധനം വേണമല്ലോ നമുക്ക്, അത് വേണം. അതെനിക്ക് പഠിപ്പിച്ച ഹതരാജ ധർമ്മ കർമ്മ കർമ്മ ഭക്തി ജ്ഞാന തന്ത്ര 6 branches പറഞ്ഞ ഫിസിക്കൽ മെന്റൽ. അപ്പം യോഗ പഠിക്കട്ടെ. ഫൈനലി എക്സാം തീർന്നിരിക്കുകയാണ്. നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചതിന് ഞാനും അമ്മയും ഭയങ്കര തിരിഞ്ഞും മറിയലായിരുന്നു. അതിനെ മിസ് കുറച്ച് പറഞ്ഞു. നമുക്ക് സെറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബിരിയാണി വാങ്ങിച്ചരാന്ന് പറഞ്ഞ മുതലാണിത്. ഓട്ര ബിരിയാണി അമ്മയ്ക്കൊന്നും പറയാനില്ല, ആരിക്കൊന്നും പറയാനില്ല. ഞാൻ കുറച്ച് പേരെ മിസ് ചെയ്യും, എല്ലാരും മിസ് ചെയ്യാൻ പോകുന്നില്ല. Me too. What about you? I think she will miss everyone. വ്ളോഗിൽ സംസാരിക്കാൻ വേണ്ടി കുറച്ച് പേര് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അവർ നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം. കോളേജ് വിടുന്നതിനെ പറ്റി, പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. നിന്റെ അഭിപ്രായം വിസ്മയെ? വളരെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. തീരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. തീർന്നു. ഫ്രണ്ട്സിനെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ. സോ ഞാനെന്തായാലും നാളെ ഫെയർവെല്ലിന്റെ വ്ളോഗൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല. അമ്മയൊക്കെ എന്നോട് എന്തോ കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇതാകുന്നുണ്ട്. സോ ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുവാണ്.